അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, രാജ്യത്തിനറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. രാജ്യത്തെ വ്യവസായ സമൂഹത്തിനറിയേണ്ട കുറച്ച് കാര്യങ്ങൾ CJ റോയിയുടെ മരണത്തിന് ശേഷം നമ്മുടെ മുമ്പിലുണ്ട്. എന്താണിപ്പോൾ രാജ്യത്തിന് നമ്മുടെ മുമ്പാകെ പറയാൻ പറ്റുന്ന ഉത്തരങ്ങൾ? ഡോക്ടർ ലാൽ, അത് ഞാനല്ലല്ലോ പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ നടന്നിട്ടുള്ള റെയ്ഡിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസാണ് എന്തിനു വേണ്ടിയിട്ടാണ് റെയ്ഡ് നടന്നത്, എന്തൊക്കെ വിശദാംശങ്ങളാണ് ആവശ്യപ്പെട്ടത്, അതിലെന്തൊക്കെ നൽകാൻ കഴിഞ്ഞു, അതിലെന്തൊക്കെ നൽകാതെയുണ്ട്, അതിലെന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടോ, അതിൽ വീണ്ടും അന്വേഷണം നടത്തേണ്ടതുണ്ടോ, അദ്ദേഹം കൊടുത്തിട്ടുള്ള രേഖകൾ, ആവശ്യപ്പെട്ട രേഖകൾ കൊടുത്തത് പൂർണ്ണമായിരുന്നു. ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് അവരുടെ ബിസിനസ് ഗ്രൂപ്പാണ്, അതല്ലെങ്കിൽ അവരുടെ ഓഫീസാണ്. അത് ഞാൻ ഉത്തരം പറയേണ്ടതില്ല. രണ്ട്, അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എല്ലാവർക്കും വേദനയുണ്ട്, എല്ലാവരും അതിൽ ദുഃഖിക്കുന്നവരാണ്. ഒരാൾക്കും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത്. നമ്മുടെ രാജ്യത്ത് ഇതിനു മുൻപും പല സ്ഥലങ്ങളിലായി, ഡൽഹിയിലാണെങ്കിലും കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഒക്കെ ബിസിനസ് ചെയ്യുന്ന ധാരാളം ആളുകൾ, കർണാടകത്തിൽ തന്നെ വലിയ ബിസിനസ് ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, അവർ നേരത്തെയും അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകാം, അവരുടെ ബിസിനസ് സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ബിസിനസ് താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ സമ്മർദ്ദങ്ങളുണ്ടാവാം. അതൊന്നും നമുക്കറിയില്ലല്ലോ. നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയുന്നത് അദ്ദേഹം ഇന്നലെ സ്വയം വെടിയുതിർത്ത് മരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അഗാധമായിട്ടുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അതിനെ സംബന്ധിച്ച് കർണാടകത്തിലെ സർക്കാർ അന്വേഷണം നടത്തുന്നുണ്ടല്ലോ. അവരുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരട്ടെ, എന്തായിരുന്നു സംഭവിച്ചത്, എന്താണ് നടന്നതിനെ സംബന്ധിച്ച്. ഇതെന്തുകൊണ്ടാണ് അങ്ങയോട് ചോദിക്കുന്നത് എന്നുള്ളത് ഞാനൊരു വിശദീകരണം തരാം. അങ്ങ് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നവർ നൽകേണ്ട മറുപടിയാണ് രാജ്യത്തെ ഒരു ഏജൻസിയുടെ ചോദ്യം ചെയ്യലിനിടയിൽ ഒരു വ്യവസായി, അത് ലോകമറിയപ്പെടുന്നൊരു വ്യവസായി ആത്മഹത്യ ചെയ്യുന്നൊരു ഘട്ടത്തിലേക്ക്, ആത്മഹത്യയാണോ മറ്റെന്താണ് നടന്നത് നമുക്കറിയില്ല, അദ്ദേഹത്തിന് ജീവൻ പോകുന്നൊരവസ്ഥ ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് പറയേണ്ടത് ആ ഏജൻസികളെ നയിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ വക്താവായതുകൊണ്ടാണ് അങ്ങയോട് ഈ ചോദ്യം ചോദിച്ചത്. അത് മറ്റാരെങ്കിലും ആ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പോലീസ് ഏജൻസി അത് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർ പറയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണോ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്? അല്ല, അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻകം ടാക്സിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തിയിരുന്നു. അവരുടെ പരിശോധനകൾ തുടർന്നുകൊണ്ടിരുന്നിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം സ്വയം മരണത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പോലീസ് അന്വേഷണത്തിൽ മാത്രമേ അതിലെന്തെങ്കിലും മറ്റുള്ള വസ്തുതകളുണ്ടോ എന്നുള്ളത് പുറത്തു വരാൻ വേണ്ടി കഴിയൂ. ഇൻകം ടാക്സിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളോ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണങ്ങളോ പുറത്തു വന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഇതുവരെ പെട്ടിട്ടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. മറ്റൊന്ന്, എന്ത് വിഷയത്തിൻ്റെ പേരിലായിരുന്നു റെയ്ഡ് നടന്നിരുന്നത്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ആ തരത്തിലുള്ള പരിശോധന നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും വിശദീകരിക്കേണ്ടത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിന് രാഷ്ട്രീയ താല്പര്യമില്ല. അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന, അതല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള രേഖകളുടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചിട്ടുള്ള രേഖകളുടെയോ ഒക്കെ പരിശോധനയോ അതിൻ്റെ കൂടുതൽ പരിശോധനയോ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ആദ്യത്തെ പരിശോധന അല്ല രാജ്യത്ത് നടക്കുന്നത്. ഒരുപക്ഷെ 25 വർഷത്തിൽ കൂടുതലായി വ്യവസായിയായി തുടരുന്ന റോയും ആദ്യമായിട്ടായിരിക്കില്ല ഇത്തരം ഏജൻസികളെ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നു എന്നതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോകണോ എന്നത് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതുകൂടാതെ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ കർണാടകത്തിൽ തന്നെ മുൻപും ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജീവൻ പോകുന്ന കാര്യങ്ങൾ, ഇത്തരം റെയ്ഡുകളെ തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു അന്വേഷണം, ഈ കാര്യങ്ങൾ തന്നെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഏജൻസികളെ സംശയത്തിൽ നിർത്തിക്കൊണ്ടൊരു അന്വേഷണം വേണ്ടി വരുന്നുണ്ടോ? അങ്ങനെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്.
അല്ല, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണങ്ങളോ നടക്കുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് രാഷ്ട്രീയപരമായും അറിയില്ല, അല്ലാതെയും അറിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏതൊരു വ്യവസായ സ്ഥാപനത്തെ സംബന്ധിച്ചും ഏതൊരു സംരംഭകനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള റിട്ടേണുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അതിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള കണക്കുകളുടെ കാര്യത്തിൽ ഏതെങ്കിലും സംശയമുണ്ടായാൽ ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുക എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ അദ്ദേഹം അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ആദ്യമായിട്ട് നടക്കുന്നൊരു കാര്യമായിരിക്കില്ല. അദ്ദേഹം ഒരു വ്യവസായി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഈ തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ സർക്കാർ സംവിധാനങ്ങളോ പല ഘട്ടങ്ങളിലും പരിശോധനകൾ നടത്തിയിട്ടുണ്ടാവും. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണമാണ് വേണ്ടത്. അത് നടക്കട്ടെ. കൃഷ്ണദാസ്, ഞാൻ ഒന്നുകൂടി ഓപ്പൺ ആയിട്ട് ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം, എന്നിട്ട് ഞാൻ അടുത്ത അതിഥികളിലേക്ക് പോകാം. കാരണം ആ ചോദ്യം കുറച്ച് രാഷ്ട്രീയമായി തന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. കാരണം രാഷ്ട്രീയമായ ചോദ്യമായതുകൊണ്ട് അത് അങ്ങോട്ട് ഇപ്പം ചോദിക്കുകയാണ്. ഇത്തരത്തിൽ ഏജൻസികളെ പല രീതിയിൽ, ഒരു ഏജൻസി മാത്രമല്ല, ആദായ നികുതി വകുപ്പിനെ മാത്രമല്ല, മറ്റ് പല ഏജൻസികളെ, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കക്ഷികൾ ഇത്തരത്തിലുള്ള ആളുകളെ സമീപിക്കുന്നു. പല പവർ സെൻറ്റേഴ്സിനെയും, അത് ഇക്കണോമിക് പവറാകാം, അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവറാകാം, മറ്റു തരത്തിൽ സമൂഹത്തിൽ സ്വാധീനമുള്ള സാമുദായിക ശക്തികളാകാം, അവരെയൊക്കെ ഇത്തരത്തിൽ സമീപിക്കുന്നുണ്ട്. അവർ കൂടെ നിന്നില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി കേരളത്തിൽ നിന്ന് ചൂണ്ടിക്കാട്ടുന്നത് ഒരു 2020 എന്നൊരു പാർട്ടി NDAയുടെ ഭാഗമായതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ സംശയിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം കൂടി ഉയരുന്നത്. അതിന് BJPക്ക് മറുപടി പറയേണ്ടി വരുന്നുണ്ടോ? അങ്ങനെ ഒരു സമ്മർദ്ദവും BJPയുടെ ഭാഗത്തു നിന്നോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഭരിക്കുന്ന കക്ഷി എന്നുള്ള നിലക്ക് ഒരു വ്യവസായിക്കോ ഒരു വ്യവസായ സ്ഥാപനത്തിനോ ഉണ്ടായതായി അവരാരും പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങ് സൂചിപ്പിച്ച പേര് കിറ്റക്സിനെ സംബന്ധിച്ചാണെങ്കിൽ, 2020യെ സംബന്ധിച്ചാണെങ്കിൽ അവരുടേത് രാഷ്ട്രീയ നിലപാടാണ്. അവർക്ക് രാഷ്ട്രീയപരമായി പഞ്ചായത്തുകൾ ജയിച്ചിട്ടുള്ള പാർട്ടിയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ള പാർട്ടിയാണ് ആ മണ്ഡലത്തിൽ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ നിലപാടുണ്ട്. അവർ കേരളത്തിൽ BJPയോടൊപ്പം അല്ലെങ്കിൽ NDAയോടൊപ്പം വരിക മാത്രമല്ലല്ലോ ചെയ്തത് ഡോക്ടർ ലാൽ. അവർ കേരളം വിട്ട് പോയില്ലേ, അവരുടെ വ്യവസായം കൊണ്ട് ഓടിപ്പോയില്ലേ. എന്തുകൊണ്ട് അവർ ഓടിപ്പോയത്? ഇനി അങ്ങനെ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വന്ന് അറസ്റ്റ് ചെയ്യുമ്പോഴോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നടപടി സ്വീകരിക്കുമ്പോഴോ അന്വേഷണം നടക്കുമ്പോഴോ ഒക്കെ ആരെങ്കിലും അവരുടെ ഏതെങ്കിലും കടുത്ത നടപടിയിലേക്ക് പോകുന്നുണ്ടായിരുന്നെങ്കിൽ പത്മകുമാർ അങ്ങനെ പോകണ്ടേ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അങ്ങനെ ചെയ്യണ്ടേ? അപ്പോൾ സ്വാഭാവികമായും അതൊന്നുമല്ല ഇതിൻ്റെ രാഷ്ട്രീയം. ഞാനതിലേക്ക് കടക്കാത്ത അങ്ങനെ പോയ ആളുകളുടെ പേരുകളുണ്ട്. ദേശീയ തലത്തിൽ തന്നെ അശോക് ചൗഹാന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, സുവേന്ദു അധികാരിയുടെ പേര് പറയുന്നുണ്ട്, മറ്റ് പല സംസ്ഥാനങ്ങളിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള പേരുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഡോക്ടർ ലാൽ, നിങ്ങൾക്ക് എന്ത് മോഹിച്ച് എന്ത് പ്രചരണവും നടത്താം. വാട്സാപ്പിലും പ്രചരിപ്പിക്കാം, ചാനലിലൂടെയും പറയാം, ഫേസ്ബുക്കിലൂടെയും പറയാം, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാം. അതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഞാൻ അങ്ങയുടെ അറിവിലേക്ക് അങ്ങേക്ക് അറിയുന്ന കാര്യം തന്നെയാണല്ലോ ഞാൻ പേരെടുത്ത് പറയാത്തത്. ആ തരത്തിൽ നേരത്തെ മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെ വിശദാംശങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള എത്രയോ വ്യവസായികൾ ഈ തരത്തിൽ ഡൽഹിയിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, രാജ്യത്തിന് പുറത്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, മരണം സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങേക്കറിയാമല്ലോ, അങ്ങ് കേരളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനല്ലേ. അപ്പോൾ അതൊന്നും രാഷ്ട്രീയപരമായോ സർക്കാർ തലത്തിലോ കൂട്ടിക്കുഴക്കേണ്ടതില്ല. അവരുടെ വ്യവസായ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടെങ്കിൽ ആ നടപടിയിൽ അദ്ദേഹത്തിന് ശ്രീ റോയ്ക്ക് മരണം സംഭവിച്ചു എന്നുള്ളത് ഞാൻ വീണ്ടും അത്യന്തം ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിനൊരു തർക്കവും ആ കാര്യത്തിനകത്തില്ല. പക്ഷേ അതിനെ രാഷ്ട്രീയപരമായി കാണേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.